രേഖകളില്ലാതെ കൊണ്ടുപോയ 58,000 രൂപ പിടികൂടി. കോഴിക്കോട് എലത്തൂരിന് സമീപം നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചെലവുകൾ അടക്കം നിരീക്ഷിക്കുന്നതിനായി രൂപീകരിച്ച സ്റ്റാറ്റിക് സർവേലിയൻസ് സ്ക്വാഡാണ് പണം പിടികൂടിയത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ 1,64,500 രൂപ ഇത്തരത്തിൽ പിടികൂടി. മതിയായ രേഖകളില്ലാതെ കൊണ്ടുപോകുന്ന 50,000 രൂപയ്ക്ക് മുകളിലുള്ള പണവും 10,000 രൂപയ്ക്ക് മുകളിൽ മൂല്യമുള്ള ആയുധങ്ങളടക്കമുള്ള സാധന സാമഗ്രികളുമാണ് പിടിച്ചെടുത്തത്. കിടപ്പ് രോഗി സ്വയം കുത്തിമരിച്ചു. പത്തനംതിട്ട നെല്ലിമുകൾ സ്വദേശിയായ യശോധരനാണ് മരിച്ചത്. അടൂർ കാർഷിക വികസന ബാങ്കിൽ നിന്നും വായ്പ എടുത്തിരുന്നു. എന്നാൽ ഈ തുക തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ മാസം 25-ന് വീട് ജപ്തി ചെയ്യാനിരിക്കെയായിരുന്നു 23-ന് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് യശോധരൻ സ്വയം കുത്തിയത്. ഇന്ന് രാവിലെയോടെയാണ് മരണം സംഭവിച്ചത്. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ട്രാക്കിലേക്ക് വീണ യുവാവ് മരിച്ചു. ഒഡീഷ സ്വദേശി സുശാന്താണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലാണ് അപകടം. മംഗലാപുരത്തു നിന്നും ചെന്നൈയിലേക്കുള്ള ട്രെയിനിലായിരുന്നു സുശാന്ത് ഉണ്ടായിരുന്നത്. കാസർഗോഡ് വെച്ച് വെള്ളം വാങ്ങാനായി ഇറങ്ങി. ട്രെയിൻ നീങ്ങുന്നത് കണ്ട് ഓടിക്കയറാൻ ശ്രമിച്ചപ്പോൾ ട്രെയിനിനും പ്ലാറ്റ്ഫോമിനുമിടയിലേക്ക് വീഴുകയായിരുന്നു. യാത്രക്കാർ ട്രെയിൻ ചങ്ങല വലിച്ചു നിർത്തിയെങ്കിലും സുശാന്ത് മരിച്ചിരുന്നു. രാമേശ്വരം കഫേ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിൽ. കർണാടക സ്വദേശി മുസമ്മിൽ ഷെരീഫിനെയാണ് NIA അറസ്റ്റ് ചെയ്തത്. സ്ഫോടനം നടന്ന് 28 ദിവസത്തിന് ശേഷമാണ് അറസ്റ്റ്. സ്ഫോടനത്തിന്റെ പ്രധാന ആസൂത്രകനാണ് അറസ്റ്റിലായിരിക്കുന്നത്. കഫേയിൽ ബോംബ് വെച്ച ആളിനെയും തിരിച്ചറിഞ്ഞു. മുസഫർ ഷെസീഫ് ഹുസൈൻ എന്നയാളാണ് ബോംബ് വെച്ചതെന്ന് NIA വ്യക്തമാക്കി. അബ്ദുൾ മദീൻ താഹ എന്നയാളാണ് സ്ഫോടനത്തിന്റെ മറ്റൊരു ആസൂത്രകൻ. മുസഫിറും താഹയും ഒളിവിലാണ്. ഇവർക്ക് വേണ്ടി അന്വേഷണം സജീവമായി തുടരുമെന്നും NIA അറിയിച്ചു. ഈ മാസം 1-ാം തീയതിയാണ് ബംഗളൂരു രാമേശ്വരം കഫേയിൽ സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ 10ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. പനിയും ചിക്കൻ പോക്സും ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിൽ വർധനവ്. ഡെങ്കിപ്പനി പടരുന്നതും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പനി പടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ദിവസവും 100-ലധികം ആളുകൾ സർക്കാർ ആശുപത്രികളിൽ പനി ബാധിച്ച് ചികിത്സ തേടി എത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മഴക്കാലത്തെന്ന പോലെ തന്നെ വൈറൽ പനി ചൂട് കൂടുതലുള്ള കാലാവസ്ഥകളിലും പടർന്നു പിടിക്കാറുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം രോഗവ്യാപനം വേഗത്തിലാക്കും. ശാരീരിക ബുദ്ധിമുട്ടുകളും കൂടും. അതിനാൽ പനിയിൽ ജാഗ്രത തുടരണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ചിക്കൻ പോക്സിനെതിരെ ജാഗ്രത വേണം. 4 ദിവസത്തിൽ കൂടുതലുള്ള കഠിനമായ പനി, കുമിളകളിൽ കഠിനമായ വേദന, അമിതമായ ഉറക്കം, ശ്വാസം മുട്ട്, ചുമ, വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുന്നെങ്കിൽ എത്രയും വേഗം ചികിത്സ ഉറപ്പാക്കണം. വേനൽ ചൂടിനൊപ്പം ഇടവിട്ട് പെയ്യുന്ന മഴ കൊതുകുജന്യ രോഗങ്ങൾ പെരുകാനും കാരണമാകും. ഡെങ്കിപ്പനിക്കെതിരെയും ജാഗ്രത പുലർത്തണം. സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം ഇനിയും ഉയർന്നേക്കാമെന്നാണ് കണക്കുകൂട്ടൽ. മോൺസൺ മാവുങ്കലിന്റെ മുൻ മാനേജറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചങ്ങനാശ്ശേരി സ്വദേശിനിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ നിധി കുര്യനെയാണ് കോട്ടയം വാകത്താനം പോലീസ് അറസ്റ്റ് ചെയ്തത്. ബിസിനസ് പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് ദമ്പതികളിൽ നിന്ന് പണം തട്ടിയ കേസിലാണ് നടപടി. 22 ലക്ഷം രൂപയാണ് നിധി തട്ടിയെടുത്തത് എന്നാണ് പരാതി. പുരാവസ്തു ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന വാഗ്ദാനം ചെയ്തായിരുന്നു നിധി പണം തട്ടിയതെന്ന് പോലീസ് പറഞ്ഞു. പുരാവസ്തു നൽകാമെന്ന് പറഞ്ഞ് യുവതി പലരിൽ നിന്നും പണം തട്ടിയതായാണ് പോലീസ് പറയുന്നത്. വഞ്ചനാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അബ്ദുൾ നാസർ മദനിയുടെ ആരോഗ്യനില ഗുരുതരം. PDP നേതാവ് അബ്ദുൾ നാസർ മദനിയുടെ ആരോഗ്യനില ഗുരുതരം. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഇന്ന് പുലർച്ചെ കടുത്ത ശ്വാസതടസ്സം നേരിട്ടതോടെയാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തെ പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ മാസം ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് മദനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇരുവൃക്കകളും തകരാറിലായ മദനിക്ക് ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സകൾ തുടരുകയായിരുന്നു. ഉയർന്ന പ്രമേഹം അദ്ദേഹത്തിന്റെ കാഴ്ചശക്തിയെ ബാധിച്ചിരുന്നു. മറ്റ് നിരവധി ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ആരോഗ്യം ക്ഷയിച്ച നിലയിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത്. പ്രമുഖ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ഇക്ബാലിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് മദനിയുടെ ചികിത്സകൾ ഏകോപിപ്പിക്കുന്നത്. ബംഗളൂരു സ്ഫോടന കേസിൽ പ്രതിയായ മദനിക്ക് സുപ്രീംകോടതി ജാമ്യാവസ്ഥയിൽ ഇളവ് അനുവദിച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ അദ്ദേഹം കേരളത്തിലെത്തിയത്.
തുടർന്ന് ചികിത്സയ്ക്കായി എറണാകുളത്ത് തുടരുകയായിരുന്നു. സൗജന്യമായി സാധനങ്ങൾ വാങ്ങാൻ എത്തിയവർക്ക് കിട്ടിയത് ഒഴിഞ്ഞ സഞ്ചി. റേഷൻ കടയിൽ സൗജന്യമായി സാധനങ്ങൾ വിതരണം ചെയ്യുന്നുവെന്ന അറിയിപ്പ് കേട്ട് എത്തിയവർക്ക് കിട്ടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള ഒഴിഞ്ഞ സഞ്ചി മാത്രം. ബീഹാറിലെ ചമ്പാരനിലാണ് സംഭവം. സൗജന്യമായി മൈദ, പഞ്ചസാര എന്നിവ വിതരണം ചെയ്യുന്നുവെന്ന് റേഷൻ ഡീലർ അറിയിച്ചതിനെ തുടർന്നാണ് ആളുകൾ കടയിലെത്തിയത്. മോദിയുടെ ചിത്രത്തോടൊപ്പം സൗജന്യ റേഷൻ വിതരണത്തിന്റെ പരസ്യമുള്ള കാലിസഞ്ചിയാണ് ഇവർക്ക് കിട്ടിയത്. മുഹമ്മദ് സുബൈറാണ് കാലിസഞ്ചിയുമായി നിൽക്കുന്ന സ്ത്രീയുടെ വീഡിയോ ട്വീറ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതെന്ന് ഗൗരവമുള്ള വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ക്ലിഫ് ഹൗസിൽ നിർമ്മിച്ചത് കാലിത്തൊഴുത്ത് തന്നെ. ക്ലിഫ് ഹൗസിൽ കാലിത്തൊഴുത്ത് നിർമ്മിച്ചിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം പൊളിയുന്നു. നിർമ്മാണത്തിനായി പൊതുമരാമത്ത് വകുപ്പ് പണം അനുവദിച്ചതിന്റെ കണക്കുകൾ പുറത്തുവന്നു. കാലിത്തൊഴുത്ത് പണിയുന്നു എന്ന പ്രചാരണം അസംബന്ധമാണെന്നും മതിലാണ് പണിയുന്നതെന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. റോഡ് സൈഡിലെ ഇടിഞ്ഞ മതിൽ പുതുക്കി പണിയാനാണ് തുക അനുവദിച്ചത്. കണക്ക് തയ്യാറാക്കുന്നത് താനല്ലെന്നും അതാത് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ പണം അനുവദിച്ചതിന്റെ രേഖകൾ സഭയിൽ അവതരിപ്പിച്ചത്. സർക്കാർ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നത് പൊതുമരാമത്ത് വകുപ്പാണ്. 1.85 കോടി കൂടാതെ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളത്തിന്റെ പരിപാലനത്തിനായി 38.47 ലക്ഷവും ചെലവഴിച്ചിട്ടുണ്ട്. ക്ലിഫ് ഹൗസിലെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗവും കാലിത്തൊഴുത്തും നിർമ്മിക്കാൻ 34.12 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. കാലിത്തൊഴുത്തും മതിലിന്റെ ഒരു ഭാഗവും നിർമ്മിക്കാനുള്ള ഉത്തരവ് പൊതുമരാമത്ത് വകുപ്പ് പുറത്തിറക്കിയത് 2022 ജൂണിലാണ്. ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളത്തിന്റെ പരിപാലനത്തിനായി 1.85 കോടി കൂടാതെ 38.47 ലക്ഷവും ചിലവഴിച്ചു. അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഗവർണർ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. ഹൈക്കോടതി മുൻ ജഡ്ജി എ ഹരിപ്രസാദിനെയാണ് ചുമതല. മുൻ വയനാട് ഡിവൈഎസ്പി VG കുഞ്ഞനെ അന്വേഷണത്തിന് സഹായിയായി നിയമിച്ചു. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. VCയുടെയും ഡീനിന്റെയും വീഴ്ചകളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും. കമ്മീഷന്റെ പ്രവർത്തന ചെലവ് സർവകലാശാല അക്കൗണ്ടിൽ നിന്നാകും. സർവകലാശാല ചട്ടമനുസരിച്ചാണ് ഗവർണറുടെ ഇടപെടൽ. CBI അന്വേഷണത്തിൽ അന്തിമ തീരുമാനം വരും മുമ്പാണ് അന്വേഷണ കമ്മീഷനെ നിയമിച്ചുള്ള അന്വേഷണം.